സന്തോഷായടാ. സത്യം പറഞ്ഞ ഇവിടുന്ന് ഒരു ഫോണ് വന്ന അപ്പൊ എനിക്ക് പേടിയാ. എന്ത് പ്രശ്നമാണ് ഒന്ന് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കരുതി. ഇന്ന് ഇവിടെ വന്നപ്പോഴാണ് എന്റെ മനസ്സ് നിറഞ്ഞു. ഇങ്ങനെ സന്തോഷമുള്ള കാര്യത്തിന് ചാവുന്നവരെ എന്നും എന്റെ മക്കള് വിളിക്കണേന്നൊരാഗ്രഹമുള്ളൂ എനിക്ക്. ഗ്ലാസും പാത്രവും ഒക്കെ ആവുമ്പോ തട്ടി മുട്ടിന്നൊക്കെ ഇരിക്കും അല്ലേ? പിന്നെ നല്ലതല്ലേ. എന്ത് തട്ടിമുട്ടണ കോഴിക്കറി ആണെങ്കിൽ പിന്നെ എന്തിനാടി ഇത്ര വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കാശ് കളയുന്നു? ആ കുരുമുളക് ഇട്ടാ കോഴിച്ചാറ് ചോറ് വിളമ്പില്ലേ? ഇവിടെ പായസം വിളമ്പും പോലെയാണല്ലോ അച്ചാർ വിളമ്പി വെച്ചേക്കണടി. ഒരു ഇഴച്ചില് ഉച്ചക്കൊക്കെ അതാവ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സന്തോഷം വരുമ്പോ ആടും. ഇവിടെ ഇല്ലല്ലേ? ഞാൻ അങ്ങനെ നിൽക്കും. അപ്പഴേ പറഞ്ഞതാ കഴിക്കണ്ടെന്ന്. ഞാൻ ചേച്ചി ഇല്ലാത്തോണ്ട് ഡീസന്റാ, ഭയങ്കര ഡീസന്റാ. അളിയൻ പിന്നെ തൊട്ടില്ല. അളിയൻ എന്റെ കൈ കൊണ്ട് മേടിച്ചങ്ങ് കീച്ചി. അതാ കണ്ണ് കണ്ടറിയാം. അതെ, ഞാൻ അന്ന് ഡീറ്റസ് നിന്നെ കണ്ടപ്പോ ഞാനൊരു സത്യം മനസ്സിലാക്കിയതാ. നിങ്ങൾ പ്രേമിച്ച് നടക്കുന്ന കാലത്ത് ഇവിടെ നിങ്ങളുടെ കല്യാണം നടക്കാതിരിക്കാൻ എന്തൊക്കെ പുകിലായിരുന്നു. എന്റെ അമ്മ കുടുംബമഹിമ പോവും, കുടുംബത്തിന്റെ മാനം പോവെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോന്നില്ലേ. ഇവനോ നീ എന്ന് വിള കെട്ടിയോ അന്ന് ഈ നാട് വിട്ടു പോകും പറഞ്ഞു പോവാൻ. പക്ഷെ അന്നും ഇടോക്ക് നിന്റെ മോഹം കണ്ടപ്പോ നിന്റെ മുഖത്താ സത്യസന്ധത, ആ ദാനശീലം, ആ വിനയം ഈ അമ്മാമ മനസ്സിലാക്കി. ഈ അമ്മാവൻ അന്ന് കൂട്ടു നിന്നോണ്ട് കണ്ടാ എന്റെ തങ്കത്തിന്റെ മുഖത്ത് ഐശ്വര്യം കണ്ടു. നല്ലതല്ലേ? പിന്നെ ചിക്കൻ കറി, നാടൻ ചിക്കൻ വറുത്തത് എന്റെ കൊച്ചിനോട് കിട്ടാതെ നിനക്ക് വേണ്ടി മേടിച്ചതാ. നമ്മളെ പാലക്കാർക്ക് ഒരൊറ്റ സ്വഭാവമേ ഉള്ളൂ. സ്നേഹിച്ച ഞങ്ങളങ്ങോട്ട് നക്കി കൊല്ലും, പക്ഷേ ഞങ്ങളെ വെറുപ്പിച്ച ഞങ്ങൾ മുക്കിയ കൊല്ലും. എങ്ങനെയല്ല ഒരു കൊല്ലും. കൊല്ലും കൊലയൊക്കെ ഉള്ള കുടുംബത്തിലാണ് വെച്ചോളിയാ. നല്ലതല്ലേ? എവിടുന്ന് വന്നൊരു നല്ലത്? അത് ഇന്നെന്തോ കഴിച്ചതിന്റെ. പിന്നെ ഞാൻ ഈ കുടുംബത്തില് വേറെ ഒന്നും നോക്കിയിട്ടില്ല. ആ ഒരു വലിയ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന്റെ മുഖം മാത്രമേ എന്റെ മനസ്സിൽ അന്ന് ഇന്നും ഉണ്ടായിട്ടുള്ളൂ. ഈ കുടുംബത്തിലെ ഞാൻ അതുകൊണ്ടാണ് ഏത് മനുഷ്യന്റെ കാര്യം നീ പറഞ്ഞേ? അവിടെ ഫോട്ടോയിൽ ഇരിപ്പുണ്ട് അവിൽദാർ മാമൻ. മാമനെ കണ്ടിട്ടില്ലല്ലോ നീ? കണ്ടിട്ടുണ്ടാ? പക്ഷെ ആ ഒരു ഭാഗ്യം എനിക്കില്ലാതെ പോയിട്ടുള്ളൊരു. നീ അതിനെന്തിനാടാ വിഷമിക്കണത്? എന്ത് വിഷമിക്കണേ? സന്തോഷിക്കല്ലേ വേണ്ട? നോക്ക് എന്റെ മുഖത്തേക്കിന് നോക്ക്. അളിയിലൊന്നും മാമന്റെ 7 അയലോകത്ത് വരില്ല. അത് സത്യ. എടാ, നീ ഇവിടെ കെട്ടണ കാലത്ത് എന്റെ അളിയൻ ജീവനോടുണ്ടായിരുന്നു കണ്ടല്ലോ. നീ ഇവിടെ കെട്ടുന്നുണ്ടോ? മുടക്കിയാനെ നിന്റെ കല്യാണം മുടക്കും. നിന്റെന്നല്ല, ആരുടെ കല്യാണവും അവിൽദാറും മുടക്കും. കല്യാണം മുടക്കിയാണ്. മകന്റെന്നോ മകളുടെന്നോ കുടുംബക്കാരൻ്റെന്നോ അളിയന്റെന്നോ വ്യത്യാസം ഇല്ലാണ്ട് കല്യാണം മുടക്കും. അതിന്റെ ഇരടാ ഞാന്. നല്ലല്ലേ? കല്യാണം മുടക്കണം. അല്ല, ഒറ്റയ്ക്ക് ഞങ്ങളെ കണ്ടോ കണ്ടില്ലേ? പക്ഷേ ഞാൻ ഇന്നും ഈ വീട്ടിൽ നിന്ന് എന്താവശ്യത്തിന് ഇറങ്ങിയാലും ഞാൻ എല്ലാരും കാണാതെ അവിടെ ചെന്ന ഫോട്ടോ നോക്കിയിട്ട് പ്രാർത്ഥിച്ചിട്ടേ ഇറങ്ങുള്ളൂ അളിയാ. നല്ലതാണ്. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞുണ്ടല്ലോ ആ കാര്യം നല്ലല്ലേ? മനുഷ്യൻ അങ്ങനെയുള്ള മനുഷ്യനാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു കാര്യമായിട്ട് പറയാം. ജമന്തിയും അറിയണം, കനയനും അറിയണം, എല്ലാരും അറിയട്ടെ. ഇനി മേലാൽ ഈ കുടുംബത്തിൽ ക്ലൈറ്റോമാനെ കുറിച്ച് ഒരാളെ അപവാദം പറയരുത്. തങ്കപ്പെട്ടൊരു ചെക്കൻ. നല്ലല്ലേ?
അവൻ പറഞ്ഞൊക്കെ നമ്മൾ വിശ്വസിക്കണം, കേൾക്കണം. ഇനി ഇവിടെ തല്ലുപിടി ഉണ്ടാവാൻ പാടില്ല. അമ്മാവാ എന്നും ചിക്കൻ കറി, ചോറും പാട്ടും കൂത്തും. നാലഞ്ചെണ്ണം പോയില്ലേ? അതെ അമ്മാവാ, ക്ലീറ്റർക്ക് ഇതിലൊന്നും ഒരു വിഷമവും ഇല്ല. പക്ഷെ മാമന് സന്തോഷമേ ഉള്ളൂ കേട്ടോ. കനക, ക്ലീറ്റ തങ്കപ്പെട്ട മനുഷ്യനാണ്. അവൻ ബുദ്ധി ഉപയോഗിച്ച് പെരുമാറൂ. അവനെ കണ്ടുപിടിക്കണം. ക്ലീറ്റർ തങ്കപ്പെട്ട മനുഷ്യരല്ല, തങ്കത്തിന്റെ മനുഷ്യനാണ്. നല്ലല്ലേ? Versus Alien.